നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതം മധുരമയമാകണമെന്നാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം, അല്ലേ? എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കാറില്ലെങ്കിലും മലയാളികളുടെ ആഘോഷാവസരങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് മധുരം. പ്രത്യേകിച്ച് പായസത്തിന് മധുരം, അതും അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ പോലുള്ള മധുരം. കേരളത്തിൽ പായസത്തിന് ഒരു നിത്യവിപണി ഉണ്ടെന്ന് കണ്ടെത്തിയതാണ് തൃശ്ശൂർ സ്വദേശി ബിന്ദുവിൻ്റെ ജീവിത വിജയം. ഇതിലൂടെ ഇവർ 20ലധികം പേർക്ക് തൊഴിൽ നൽകുന്നു. അങ്ങനെ പായസം ബിന്ദുവിന് മധുരം ജീവാമൃത ബിന്ദുവായി. കഴിഞ്ഞ 9 വർഷമായി തൃശ്ശൂർ ജില്ലയിൽ പാലട പായസം ഉണ്ടാക്കി വിൽപ്പന നടത്തുകയാണ് അരിമ്പൂർ എറവ് സ്വദേശി ബിന്ദു. കേരളത്തിൽ പാലട പായസത്തിന് ഒരു സ്ഥിരം വിപണി ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് മനസ്സിലാക്കിയത് ഭർത്താവ് റിജോയാണ്. ബിന്ദുവും ഭർത്താവ് റിജോയും കൂടി 2016 പാലട പായസം ഉണ്ടാക്കി വിൽപ്പനയ്ക്കെത്തിച്ചത്. നമുക്ക് കേരളത്തിൽ ഡെയിലി പാലട സപ്ലൈ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അത് കൊണ്ടുവരാൻ തന്നെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബർത്ത്ഡേ വരുമ്പോൾ എല്ലാവരും ഒരു പായസം അതിനാവശ്യപ്പെടും. അത് നമുക്കൊരു ബേക്കറിയിലോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലോ അങ്ങനെയൊന്നും നമുക്ക് അന്ന് കാലഘട്ടത്തിൽ കിട്ടിയിരുന്നില്ല. സാറ്റർഡേ സൺഡേ ഒക്കെയാണ് ചില സ്ഥലങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഇത് കാറ്ററിംഗുകാരുടെ അടുത്ത് പോയിട്ട് വേണം നമുക്ക് വാങ്ങാനായിട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ തുടങ്ങിയ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഓരോ കസ്റ്റമറിനും ബേക്കറിയിൽ കേക്ക് വാങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ പായസവും വാങ്ങി പോകാമെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ആ പുള്ളി ആദ്യം തന്നെ ഇതിനെ ആരംഭിക്കുന്നത്. ആദ്യം ഞങ്ങൾ കുറച്ചൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ആളുകൾ ബുദ്ധിമുട്ടായി. പിന്നീട് അത് എല്ലാവരിലേക്കും എല്ലാവരും അത് സ്വീകരിച്ചു എന്ന് തന്നെ പറയാം. പ്രത്യേക ഉത്സവ സീസണുകളിൽ മാത്രം വിപണിയുണ്ടായിരുന്ന പാലട പായസം തൃശ്ശൂർ ജില്ലയിലെ കടകളിൽ ദിവസവും ലഭ്യമാക്കാൻ തുടങ്ങിയതോടെ ആവശ്യക്കാർ ഏറി. ഇപ്പോൾ വർഷത്തിൽ എല്ലാ ദിവസവും കടകളിൽ മുടങ്ങാതെ ഇവരുടെ പാലട പായസം യഥേഷ്ടം ലഭ്യമാണ്. 4 വർഷം മുമ്പ് ഭർത്താവ് റിജോ മരിച്ചതോടെ പായസ നിർമ്മാണത്തിൻ്റെ ചുമതല പൂർണ്ണമായും ബിന്ദുവിനായി. വിദ്യാർത്ഥികളായ മക്കളുടെ പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനൊപ്പം പായസ നിർമ്മാണത്തിലും ബിന്ദു ഒരേപോലെ ശ്രദ്ധ ചെലുത്തി. ജീവിതം മധുരം നിറഞ്ഞ പോരാട്ടമായി. ഹസ്ബൻഡ് ഒരു 2021 മരിച്ചു. മക്കൾ 2 പേരാണ്. മൂത്ത ആൾ MTech പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തീരാറായി, മെയിൽ തീരും. പിന്നെ മകളാണുള്ളത്. മകളിപ്പം നീറ്റിന് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതിയിരിക്കുകയാണ്. ഇവിടെ വരുന്ന സ്ത്രീകളെല്ലാം ഒരുവിധം ആളുകളും ഒക്കെ നമ്മളെ ആശ്രയിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അവർ അന്നന്നത്തെ ഇത് ചെയ്തിട്ടാണ് അവരുടെ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് അവർക്കൊരു വലിയൊരു കാര്യമാണ്. പിന്നെ ഒരുവിധ ആൾക്കാർ ഇവിടെ വന്നവരൊക്കെ അത്രയും അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് ഈ ജോലി കൊണ്ട് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഉറച്ച് നിൽക്കുന്ന കുറേ പേരുണ്ട്. 6-7 വർഷമായവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. അത് എനിക്കൊരു വലിയൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു 10-20 കുടുംബങ്ങൾ നമ്മൾ അത് കൂടാതെ എൻ്റെ ഇതും ഇതോടുകൂടി നടന്നു പോകുന്നു. ദിവസവും പുലർച്ചെ 3:30 ബിന്ദു വീടിനോട് ചേർന്നുള്ള കലവറയിലെത്തും. 5:30 ജോലി ചെയ്യുന്ന സ്ത്രീകൾ എത്തുന്നതുവരെ വേണ്ട കാര്യങ്ങൾ നിർവഹിക്കും. 10 വനിതകളും 4 പുരുഷന്മാരുമാണ് ഇവരുടെ ഭക്ഷ്യ ഉൽപ്പന്ന നിർമ്മാണശാലയിൽ ജോലിയെടുക്കുന്നത്. ഉണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കടകളിൽ വിതരണം ചെയ്യാനായി 8 പേർ വേറെയുണ്ട്. എൻ്റെ തൊഴിലാളികളുടെ കൂട്ടായ്മ കൊണ്ട് ഞാനിത് കൂടുതൽ നല്ല രീതിയിൽ കുറച്ചും കൂടി ആളുകൾക്ക് തൊഴിലൊക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരുടെ ഒരു വളരെ വലിയൊരു സഹകരണം കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു നിലയിൽ എത്തിയിരിക്കുന്നത്. രാവിലെ വന്നാൽ ഓരോ സ്റ്റാഫുകളും അവരുടെ ഡ്യൂട്ടിക്കുള്ള പണികൾ ആരംഭിക്കും. അപ്പോൾ ഓരോ സെക്ഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. പാത്രം പ്ലേറ്റ് ക്ലീൻ ആക്കണവരുണ്ടാവും, പിന്നെ വട്ടയപ്പത്തിൻ്റെ മാവരയ്ക്കണവരുണ്ടാവും, പിന്നെ ക്ലീനിങ് ഫുള്ള് വന്നാൽ ആദ്യം ക്ലീൻ ചെയ്യും ഫ്ലോറൊക്കെ. അതിട്ട് പിന്നെ എത്ര പണികളൊക്കെ തുടങ്ങാം. പരം ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട് തൃശ്ശൂരിൻ്റെ എല്ലാ ഭാഗങ്ങളിലും. അതായത് ഇപ്പോൾ ഞാൻ പോണത് മാളയിലേക്കാണ്. എൻ്റെ റൂട്ട് മാളയാണ്. മാള വരെ എന്നും എല്ലാ ദിവസവും 365 ദിവസത്തിൽ എല്ലാ ദിവസവും നമ്മൾ പോകുന്നുണ്ട്. പിന്നെ വിശേഷ ദിവസങ്ങൾക്ക് പോട്ടയപ്പം എന്താണോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. പൊതുവെ നമുക്ക് കമ്പനിയെ സംബന്ധിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. എല്ലായിടത്തും വളരെ മോശം അഭിപ്രായമൊന്നുമില്ല. ഇപ്പോൾ ഒരു 7 കൊല്ലമായിട്ട് ഞാൻ തന്നെ ഫീൽഡിൽ പോകുന്നുണ്ട്. ഞാൻ ആദ്യം ഗുരുവായൂർ റൂട്ടിലായിരുന്നു. ഇപ്പോൾ മാറിയിട്ട് ഒരു 3-3.5 കൊല്ലമായിട്ട് ഇപ്പോൾ ഞാൻ മാള റൂട്ടിലാണ്.
വളരെ നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ ഡ്രൈവർമാരെ ഞങ്ങളെ സംബന്ധിച്ചും വലിയ പ്രശ്നമില്ലാത്ത കാര്യമാണ്. സ്വാദ് എന്ന പാലട പായസമാണ് പ്രധാന ഉൽപ്പന്നം. പാലൊഴിച്ച് നമ്മളത് തിളപ്പിക്കുന്നു. തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത്ര സമയം ഉണ്ട്, എത്ര പാലൊഴിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് നമുക്കത് വറ്റാനുള്ള സമയം എടുക്കേണ്ടത്. അത് ചിലപ്പോൾ നമ്മളൊരു 1.5 to 2 മണിക്കൂർ 2.5 മണിക്കൂർ ചിലപ്പോൾ നമ്മൾ വറ്റാനിടും. ആ പാലിലുള്ള വെള്ളം മുഴുവൻ നമ്മൾ കളഞ്ഞതിന് ശേഷമാണ് പിന്നീട് നമ്മൾ അടയിടുന്നത്. അടയിട്ട് നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂറിന് ശേഷമാണ് പായസം നമുക്ക് തയ്യാറാവുന്നത്. എന്നാൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ നിര അവിടെ തീരുന്നില്ല. ഫ്രഷ് ഇലയട, വട്ടയപ്പം, കിണ്ണത്തപ്പം, ഉണ്ണിയപ്പം, കൊഴുക്കട്ട, വെളിച്ചെണ്ണയപ്പം, അവലൂസുണ്ട തുടങ്ങി മറ്റ് നാടൻ പലഹാരങ്ങൾ വേറെയുമുണ്ട് ബിന്ദുവിൻ്റെ കലവറയിൽ. കേരളത്തിൻ്റെ തനത് രുചികൾക്കൊപ്പം ചപ്പാത്തിയും. എല്ലാത്തിനും വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. ഞാനും ഹസ്ബൻഡും പിന്നെ 1-2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പായസമാണ് ഞങ്ങളുടെ ആദ്യത്തെ സംരംഭം. പിന്നീട് ഞങ്ങൾ മറ്റുള്ള മേഖലകൾ ഓരോന്നോരോന്നായിട്ട് ആരംഭിച്ചു തുടങ്ങി. ആദ്യം ഞങ്ങൾ വട്ടയപ്പം, കിണ്ണത്തപ്പം അങ്ങനത്തെ ഐറ്റംസാണ് ആദ്യം പിന്നീട് ഞങ്ങൾ ചെയ്തു തുടങ്ങിയത്. പിന്നീട് അതിനുശേഷം കുറച്ചും കൂടി ഞങ്ങൾ വിപുലീകരിച്ചു. എണ്ണ പലഹാരങ്ങളും ചെയ്യാൻ തുടങ്ങി. ഉണ്ണിയപ്പം, നെയ്യപ്പം അങ്ങനത്തെ ഐറ്റംസ്. പിന്നീട് ഞങ്ങൾ ചില ഡിസ്ട്രിബ്യൂഷൻസും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ചപ്പാത്തി, അതുപോലെ ഉണ്ട, അങ്ങനെയുള്ള വറവ് ഐറ്റംസുകൾ ചിലതൊക്കെ ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷനായിട്ടും ചെയ്യാൻ തുടങ്ങി. ഞങ്ങളിപ്പോൾ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വണ്ടി പോകുന്നത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് അത്താണി വഴി ചേലക്കരയ്ക്ക് പോകുന്നു. അടുത്ത വണ്ടി പോകുന്നത് കുന്നംകുളം വഴി എരുമപ്പെട്ടി കൂടി വടക്കാഞ്ചേരി വഴി അങ്ങനെ വരുന്നു. പിന്നെ ഒരെണ്ണം പോകുന്നത് വാടാനപ്പള്ളിയിൽ നിന്ന് കൊടുങ്ങല്ലൂർക്കും പോകുന്നുണ്ട്. ഒരു വണ്ടി ഗുരുവായൂർ ഭാഗത്തേക്കും പോകുന്നുണ്ട്. പിന്നെ ഒരെണ്ണം ഉള്ളത് ഇരിഞ്ഞാലക്കുട വഴി മാളയ്ക്ക് പോകുന്നു. പിന്നെ അങ്കമാലി, തൃശ്ശൂർ കൂടി ചാലക്കുടി കൂടി അങ്കമാലിക്ക്. സീസണിലും അല്ലാതെയും പാലടയ്ക്ക് ആവശ്യക്കാരേറെയുണ്ട്. എന്നാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ പായസ മാർക്കറ്റിന് ഒന്നുകൂടി മധുരം കൂടുമെന്ന് ബിന്ദു പറയുന്നു. നമ്മൾ സീസണിലല്ല, നമ്മളെല്ലാ ദിവസവും നമ്മൾ പാലട ചെയ്യുന്നുണ്ട്. സീസണിനില്ല, പക്ഷേ സീസൺ എല്ലാത്തിനും ഉള്ളതുപോലെ തന്നെ പായസത്തിനുണ്ട്. ഉത്സവങ്ങൾ, അതുപോലെ ഓണം, വിഷു. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസത്തിലാണ് ഞങ്ങൾക്ക് കൂടുതൽ സെയിൽ. അതെനിക്ക് തോന്നുന്നു ആ ടൈമിലാണ് കൂടുതൽ ആൾക്കാരുടെ ബർത്ത്ഡേയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ ഉണ്ടാവാറ്. അപ്പം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ നമുക്ക് അതിന് ആവശ്യക്കാരുണ്ട്. മാത്രമല്ല നമ്മളുടെ അടുത്തുനിന്ന് ഒരുപാട് കാറ്ററിങ്ങുകാരും പിന്നെ അതുപോലെ സദ്യകൾ അങ്ങനെയുള്ള ആളുകൾ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ മരിച്ചിട്ടുള്ള സദ്യകൾ, അങ്ങനെയുള്ള ഏത് രീതിയിലുള്ള സദ്യകൾക്കും നമ്മുടെ ഇവിടെ നിന്ന് ആളുകൾ പായസം കൊണ്ടുപോകാറുണ്ട്. അന്നുണ്ടാക്കുന്ന സാധനങ്ങൾ രാവിലെ 9:30 പാക്കിംഗ് കഴിഞ്ഞ് കടകളിലെത്തിക്കാനായി ജീവനക്കാർ നീങ്ങും. ബിന്ദു അടക്കമുള്ളവർ അടുത്ത ദിവസത്തേക്കുള്ള സാധനങ്ങൾ തയ്യാറാക്കാൻ വീണ്ടും കലവറയിൽ തുടരും. ഇവിടെ കോഴിക്കോട്ട അട, പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കും, വെളിച്ചെണ്ണപ്പം, പിന്നെ കിണ്ണത്തപ്പം, അട്ടയപ്പം, പിന്നെ കല്ലപ്പം, പായസം. ഓർഡർ അനുസരിച്ചിട്ട് മറ്റു വിധ പായസങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പാലട സ്ഥിരം ഉണ്ടാക്കണത് അവിടെ. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പായസം നിറയ്ക്കും, കോഴിക്കോട്ട ഉണ്ടാക്കും, അട ഉണ്ടാക്കും, പാക്കിങ് ചെയ്യും. പിന്നെ അതിനുള്ള നാളികേരം, അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ കാര്യങ്ങളും ഞങ്ങളെല്ലാവരും കൂടി ചെയ്യും. ഇവിടെ അടി ഉണ്ടാക്കും, നാളികേരം ചെരുക്കും, കോഴിക്കോട്ടയ്ക്ക് കുഴച്ച് കൊടുക്കും, പിന്നെ കിണ്ണത്തപ്പം എടുക്കും, കിണ്ണത്തപ്പം ഇതിനെ കോരി ഒഴിക്കും, പിന്നെ പായസം പിടിക്കും. വന്നു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യും. ബിന്ദുവിന് 2 മക്കളാണ്. മകൻ ബംഗളൂരുവിൽ പഠിക്കുന്നു, മകളും പഠന വഴിയിലാണ്. ഭാവിയിൽ അമ്മയുടെ ബിസിനസ് ഏറ്റെടുത്ത് നടത്താനാണ് മക്കളുടെ ഇപ്പോഴത്തെ താല്പര്യം. അമ്മ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. ഇത്രയും ബോൾഡായിട്ടെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത്രയും സ്റ്റാഫ്സിനെ ആയാലും എല്ലാ പ്രൊഡക്ട്സ് ആയാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ആഗ്രഹമുണ്ട്. അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വരെ എത്തിച്ചു. ഇപ്പോൾ ഒരു 10 വർഷത്തോളമായി ഇത് മുന്നോട്ട് പോകണു. എനിക്കും ചേട്ടനും ബിസിനസ്സിൽ വരണമെന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് പ്രയോറിറ്റി സ്റ്റഡീസിനാണ്. അത് കഴിഞ്ഞ് എന്തായാലും ഉണ്ടാവും. ഒരു കുടുംബം പോലെയാണ് തൊഴിലാളികൾക്ക് ഇവിടം. അങ്ങനെ ഇവിടുത്തെ തൊഴിലനുഭവവും പാൽപ്പായസം. ഇപ്പോൾ നമുക്ക് വീട്ടിലിരുന്നിട്ടിരിക്കണേക്കാൾ സുഖം ഇവിടെ വരുമ്പോൾ ഒരു എൻജോയ്മെൻ്റ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും. നമ്മുടെ വിഷമങ്ങളൊക്കെ ഇവിടെ വന്ന് തീരും. നമ്മൾ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു മൈൻഡ് മാറും. നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. ഭയങ്കര സഹകരണമാണ്. പിന്നെ ഞങ്ങളുടെ ഓണർ ഒരു കുഴപ്പമില്ല മാഡം, ബിന്ദു മാഡം.
എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടുണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും അത് ചെയ്തു തരും ഞങ്ങൾക്ക്. എന്തെങ്കിലും വല്ല ഫോൾട്ട് ഉണ്ടെങ്കിൽ ആൾ പറഞ്ഞു തരാനും ഒക്കെ നല്ലതാണ്. മൊത്തത്തിലെല്ലാം ഞാൻ 8 വർഷത്തോളമായി ഇവിടെ വന്നിട്ട് എല്ലാം നല്ല ഭംഗിയിൽ ഇതുവരെ നന്നായിട്ട് തന്നെ പോണത്. ഞങ്ങളെല്ലാവരുടെ ജീവിതം ഇവിടെ നിന്ന്, എല്ലാവരുടെ ജീവിത മാർഗ്ഗങ്ങളും ഇവിടെ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇവിടെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ 7 വർഷമായിട്ടുള്ള വളരെ കുറവ് സ്റ്റാഫ് മാത്രമേ ഇപ്പോൾ പുതിയതുള്ളൂ. ഞാൻ 7 വർഷം ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു 7, 9, 10 വർഷമുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു കുടുംബം പോലെയാണ്. ഞങ്ങളിപ്പോൾ എല്ലാ വർഷവും ടൂർ പോവുക, എല്ലാവരും ഒരുമിച്ചാണ്. ഇപ്പോൾ ഓണസദ്യ ഉണ്ടായിരിക്കും, വിഷുവിന് സദ്യ ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ ഇവിടെ വേറെ വേർതിരിവൊന്നുമില്ല. ഇപ്പോൾ രാത്രി വരുമ്പോൾ ചേച്ചി മോള് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഞങ്ങളിപ്പോൾ 5 മണിക്ക് വരും. പിന്നെ ഇപ്പോൾ പായസം ഉണ്ടാക്കാൻ എൻ്റെ പയ്യനുണ്ട് സഹായിക്കാൻ. അവൻ ഇവിടെ തന്നെയാണ് കെടുപ്പ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വേർതിരിവില്ലാത്തൊരു സംഭവമാണ് ഇവിടെ. അല്ലാതെ ഇപ്പോൾ വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നൊരു ഫീല് നമുക്ക് കിട്ടാറില്ല. ആഗ്രഹമൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാറ്റി കുറച്ചൊരു വലിയ സ്ഥലം പിന്നെ കുറച്ചും കൂടെ വലുതാക്കി. കാരണം ഇവിടെ എനിക്കിപ്പോൾ 17 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അതിനകത്തുള്ള പരിമിതികളായ സ്ഥലത്താണ് ഞാൻ ചെയ്യണത്. നമ്മുടെ തുടക്കത്തിൽ നമ്മളത് കുറച്ചെന്നായിരുന്നു. പിന്നീട് നമുക്കിപ്പോൾ സ്ഥലം ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്ഥലം വാങ്ങി ഒരു പ്ലാന്റ് അല്ലെങ്കിൽ നമുക്ക് ഒരു ഇത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഭർത്താവിൻ്റെ വിയോഗത്തിന് ശേഷം ഒറ്റയ്ക്കുള്ള പോരാട്ട സംരംഭം വിജയവഴിയിലെത്തിയപ്പോൾ കിട്ടിയ അനുഭവ സമ്പത്ത് ബിന്ദുവിന് പ്രചോദനമാണ്. ഒപ്പം ബിന്ദുവിൻ്റെ സ്വാദേറിയ മധുരഗാഥ ഇപ്പോൾ എല്ലാവർക്കും പ്രചോദനമാണ്.